ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ് ബോംബിടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എൻവയോൺമെന്റ്. ഇത് പറഞ്ഞത് ട്രംപിന്റെ ഏറ്റവും ബെസ്റ്റ് അനുകൂലിയായിട്ടുള്ള ലോറ ലൂമർ ആണ്. ഇവര് സാധാരണ രീതിയിൽ ഇസ്ലാമിനെതിരെയും അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ നല്ല അടിപൊളി വിദ്വേഷം കൈൻഡ് ഓഫ് സാധനങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ലോറ ലൂമർ എന്ന് പറയുന്ന ആള്. ഓക്കെ, അതേപോലെ തന്നെ അമേരിക്ക ഇറാനുമായി ചർച്ചകൾ നടത്തുന്നതിനെതിരെയും ഇവര് സാധാരണ രീതിയിൽ അനുകൂലിക്കുന്ന ഒരാളല്ല. ചർച്ചകളുടെ ആവശ്യമില്ല അവരുമായിട്ട്, അവരങ്ങ് തീർത്ത് കളഞ്ഞേക്കാം എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ അവർ എക്സാക്ട്ലി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് എ ഫ്യൂണറൽ ഓഫ് ഖമനൈ, ദാറ്റ്സ് വാട്ട് വി കോൾ എ ടാർഗറ്റ് റിച്ച് എൻവിയോൺമെന്റ്. അതായത് എന്താണ് ഫ്യൂണറൽ ഓഫ് ഖമനൈ, ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ടാർഗറ്റ് റിച്ച് ആയിട്ടുള്ള എൻവിയോൺമെന്റ് എന്നാണ്. പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇറാനിലെ ഇപ്പൊ ഉള്ള എല്ലാ നേതാക്കന്മാരും അവിടെ ഉണ്ടാവും, അതിൽ പങ്കെടുക്കും എന്നുള്ളൊരു സാധനമാണ്. അതിനകത്ത് ഇപ്പോ പെഷസ്കിയാൻ ആണെന്നുണ്ടെങ്കിലും അറാക്ചി ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഗാലിബാഫ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. ഏകദേശം 2-3 കോടി ആൾക്കാർ പങ്കെടുക്കും എന്നുള്ളതാണ് ഇറാൻ ആക്ച്വലി വിശ്വസിക്കുന്നത്. അതായത് ടെഹ്റാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എത്രയും പേരുണ്ടാവും എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ആക്ച്വലി ഈ ഒരു സംഗതിനെ മനസ്സിലാക്കുന്നുണ്ടാവും. കാരണം ഇറാനും അറിയാം ഇതൊരു ടാർഗറ്റ് റിച്ച് എൻവിയോൺമെന്റ് ആണ് എന്നുള്ള കാര്യത്തില്. ഇസ്രായേൽ അടങ്ങിയിരിക്കത്തില്ല, ഒത്തു കിട്ടിയാൽ ചിലപ്പം ഇസ്രായേൽ കൊണ്ടുവന്ന് ഇടും എന്നുള്ളതും ഇവർക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് ലോകത്തിലുള്ള വേറെ രാജ്യങ്ങളിലുള്ള നേതാക്കന്മാരെ എല്ലാവരെയും ഇവര് ആക്ച്വലി ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയില് പല ആൾക്കാർക്കും നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഈ ഒരു ചടങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള പല പ്രമുഖരും അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ചീഫ് ജസ്റ്റിസുമാർക്ക് അടക്കം ക്ഷണം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതില് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, എത്രത്തോളം വിശ്വസനീയമാണെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ മാർക്കണ്ഡേയ കഡ്ജോ പുള്ളിക്കാരൻ അതിന് കൊടുത്തൊരു റിപ്ലൈ ഉണ്ടായിരുന്നു, അതായത് വരാൻ പറ്റില്ല എന്നുള്ള റിപ്ലൈ ആണ്. അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ടാർഗറ്റ് റിച്ചർ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ ആ ടാർഗറ്റിലോട്ട് ഒരു ബോംബ് കൊണ്ടുവന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് അവസാനത്തെ ഇടലായിരിക്കും എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്. പിന്നീട് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയാ, നാക്കുണ്ടാവില്ല, അല്ലെങ്കിൽ തലച്ചോറ് ഉണ്ടാവില്ല, മൊത്തത്തിൽ ചെതറിപ്പോകും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൈലി ഇസ്രായേൽ സിറ്റീസ് ടാർഗറ്റഡ് ആയിട്ട് ഇറാന്റെ മിസൈലുകൾ നിൽക്കും എന്നുള്ള സാധനം കൂടെ ഉണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രൊവോക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാല് മൊത്തത്തില് ചാമ്പലാക്കുക എന്ന് പറയുന്ന പരിപാടിയിലോട്ട് ഇറാൻ കടക്കുകയും ചെയ്യും. കാരണം അവർക്ക് ഒന്നാമത് അവരുടെ ഏറ്റവും വലിയ ലീഡറിനെ കൊന്നു കളഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടെ ഇവർക്കൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിരിക്കും. ട്രെൻഡിങ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അബ്ബാസ് അറാക്ചി ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്, കുറച്ചും കൂടെ ഒരു വികാരപരമായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. അത് ഇങ്ങനെയാണ്: ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമൈനി ലെഫ്റ്റ് ബിഹൈൻഡ് നോ പ്ലേസസ്, നോ ബാങ്ക് അക്കൗണ്ട് ആൻഡ് നോ ഫോർച്യൂൺ ആഫ്റ്റർ 47 years in power. No luxury yachts, no hidden billions, no golden thrones, just one simple life serving his people. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടൊരു സാധനം അബ്ബാസ് അറാക്ചി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബാങ്ക് അക്കൗണ്ടോ ഒരു എന്താ പറയാ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷറി ആയിട്ടുള്ള യാട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉടമസ്ഥാവകാശമുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ എന്താ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ബില്യൺ കണക്കിന് പണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വർണമോ ഇതൊന്നും ആയത്തുള്ള അലി ഖമേനി ബാക്കി വെച്ചിട്ടില്ല. ഇതൊന്നും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജീവിതം തന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് അയാൾ കടന്നു പോകുന്നു. 47 വർഷങ്ങൾ ജീവിച്ച് അല്ലെങ്കിൽ എന്താ പറയാ 47 വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പോസ്റ്റും അബ്ബാസ് അറാക്ചി ഇട്ടിട്ടുണ്ട്. അപ്പോ വിച്ച് മീൻസ് അത് ഭയങ്കര ഇമോഷണൽ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ ഇമോഷണലി നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലോട്ട് പോയിട്ട് വീണ്ടും ബോംബിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഇമോഷൻ വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും.
അതായത് ഈ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെയും അതേപോലെ തന്നെ ഇറാനെതിരെയൊക്കെയുള്ള വിദ്വേഷം വെച്ചിട്ട് ആ വിദ്വേഷത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ആ നിൽപ്പിൽ പോയിട്ട് ബോംബിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇടാൻ വേണ്ടിയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തലയില്ലാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറും. അത് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിന്റെ പിന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസ്ഥയും ഇച്ചിരി മോശമാവും. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഇവരുടെ ഏറ്റവും വലിയ അലയായിട്ടുള്ള ഹ്യൂത്തികള് വെറുതെ ഇരിക്കും എന്നുള്ളത് പറയാനേ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ബാബിൽ മന്ദില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് യൂറോപ്യൻ കട്ട് ഓഫ് സംഭവിക്കും അവിടെ. അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണയോ അല്ലെങ്കിൽ ആ ഒരു റൂട്ട് തന്നെ കംപ്ലീറ്റ്ലി കൊളാപ്സ് ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അത് ഈജിപ്തിനും പ്രശ്നമാണ്. സൂയസ് കനാലിലൂടെ പിന്നെ കപ്പൽ പോവാത്ത പ്രശ്നങ്ങളായിട്ട് മാറും. അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ ഇതിലോട്ടും ഇവിടുന്ന് ഒരു കപ്പൽ കയറാത്ത പ്രശ്നം വരും. അപ്പൊ ആ രീതിയിലേക്ക് കംപ്ലീറ്റ് കയോട്ടിക് ആയിട്ട് മാറും. അപ്പോ വിദ്വേഷത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരം പ്രസ്താവനകൾ നടത്താം. പക്ഷെ ആ പ്രസ്താവനകൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രസ്താവിക്കാൻ തലയുണ്ടാവില്ല എന്നുള്ള അവസ്ഥയും ഉണ്ടാവും എന്നുള്ളതാണ്.